പാകിസ്ഥാനുമായി ദീർഘയുദ്ധത്തിന് തയ്യാറെടുത്തിരുന്നതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ANI ദേശീയ സുരക്ഷാ സമ്മിറ്റിലായിരുന്നു പ്രതികരണം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നേരത്തെ സൈന്യം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി കൂടി പറയുന്നു അതിലൊരു ദീർഘനാളത്തേക്കുള്ള ഒരു ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്ന് പറയുന്നു. പിന്നീട് അത് പിൻവാങ്ങിയതുമല്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ടല്ലേ? പ്രജിൻ, അമൃത, ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ANIയുടെ നാഷണൽ സെക്യൂരിറ്റി സമ്മിറ്റിൽ പങ്കെടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം, അതുപോലെ തന്നെ ഇന്ത്യ അതിൽ നിന്ന് എന്തുകൊണ്ട് താൽക്കാലികമായി ഒരു മാറ്റം അല്ലെങ്കിൽ താൽക്കാലികമായി എന്തുകൊണ്ട് നിർത്തി എന്നുള്ള കാര്യമൊക്കെ തന്നെ അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടും ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് പാകിസ്ഥാനുമായി ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നീണ്ട യുദ്ധത്തിന് ഇന്ത്യ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പിന്നീട് അത് താൽക്കാലികമായി നിർത്തിയത് ആരുടെയും സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശേഷിക്കുറവോ കൊണ്ടല്ല, മറിച്ച് സ്വന്തം താല്പര്യപ്രകാരങ്ങളായിരുന്നു. അതായത് ഇന്ത്യയുടെ ഉദ്ദേശം, ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത് നടപ്പിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ താൽക്കാലികമായി നിർത്തിവെച്ചത് എന്നുള്ള കാര്യം. ഏറ്റവും പ്രധാനമായിട്ടും ഈ പാകിസ്ഥാനാണ് തീവ്രവാദത്തിൻ്റെ എല്ലാം തന്നെ എപ്പിസെൻറ്റർ. പ്രത്യേകിച്ചും ഭീകരവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാനകത്ത് പ്രവർത്തിക്കുന്നു. അവരെ കൃത്യമായി ലക്ഷ്യമിട്ടിരുന്നു. ആ ലക്ഷ്യം ഭേദിക്കാൻ സാധിച്ചു. കൃത്യമായി ഈ പറയുന്ന ബഹവൽപൂരിലും മുരിക്കലും ഉൾപ്പെടെ 9 ഭീകര കേന്ദ്രങ്ങളിലും ഇന്ത്യ ടാർഗറ്റഡ് സ്ട്രൈക്ക് നടത്തി. അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. 100-ലധികം ഭീകരരെ വധിക്കാൻ സാധിച്ചു. അതായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിലൊരു ലക്ഷ്യമായി കണക്കാക്കിയത്. ആ ലക്ഷ്യം നടപ്പിലായതുകൊണ്ടാണ് അവിടെ ഇന്ത്യ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് എടുത്തത് എന്നുള്ള കാര്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ ഈ ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ള ഒരു ഭീഷണിയെ തുടർന്നോ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നോ അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ശേഷിക്കുറവോ ഒന്നും തന്നെയല്ല. ഇപ്പോഴും പാകിസ്ഥാനുമായി ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു നീണ്ട യുദ്ധത്തിന് ഇന്ത്യ സർവ്വസജ്ജമാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.